ഗുഡ് മോർണിംഗ്. ഇന്ന് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിരിക്കുക. 7:15 സമയം. ഇപ്പോഴാണ് എണീറ്റ് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുക. മമ്മിയുടെ ചായ കുടി നേരത്തെ കഴിഞ്ഞു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ തുടങ്ങല്ലേ, ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഒരു സംഭവം മമ്മി എന്നോട് പറഞ്ഞത്. പോയി നോക്കിയാലും വീടിൻ്റെ സൈഡിലായിട്ട് ഒരു മൾബറിയുടെ പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മൾബറി പഴം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാ. നോക്കട്ടെ. ഇതുണ്ടോ, മൾബറി ഉണ്ടായി വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. അതെ, കുറേ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. അതാണ് ഞങ്ങളുടെ കുഞ്ഞ് മൾബറി പ്ലാന്റ്. ഇനി മൾബറി പഴുക്കുന്ന ദിവസം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ. അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിൽ കണ്ടോ കുറച്ച് ചെടികൾ. മമ്മിയുടെ പരിപാടി കേട്ടോ. ഇതൊക്കെ നടലും പിടിക്കലും ഒക്കെ മമ്മിയുടെ പരിപാടിയാണ്. പിന്നെ അവിടെയൊക്കെ ഉണ്ട് കുറേ ചെടികൾ. അതൊക്കെ വിശദമായിട്ട് പിന്നൊരു ദിവസം കാണിച്ചു തരാം. മമ്മി ഇപ്പോൾ വന്ന് വെള്ളം ഒഴിച്ച് പോയതേ ഉള്ളൂ. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ സമയം ഒരു 8:42 ഒക്കെ ആയിട്ടുണ്ട്. മമ്മീനെ പഴയന്നൂർ കൊണ്ടാക്കിയിട്ടുണ്ട്. ബസ് കയറിയിട്ട് ഓഫീസിൽ പോകാം. ഇനി കുളിക്കണം. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വരെ പോകാനുണ്ട്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. തെറ്റാ. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രസ്സ് മാറാം. ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. ഇതൊരു ഫ്രോക്കാണ്. അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇനി കമ്മലിടണം, പൊട്ട് വെക്കണം, കണ്ണെഴുതണം. അപ്പം അത്രേ ഉള്ളൂ. അതും കൂടി കഴിയട്ടെ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പൊട്ട് വെച്ചു, കണ്ണെഴുതി, മുടി കെട്ടി, കമ്മലിട്ടു, വാച്ചിട്ടു, വളയിട്ടു. അപ്പം ഇന്ന് നമ്മളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, അന്ന് നമ്മളൊരു ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ട് അടിക്കാൻ പറ്റാതെ ഒരു ഡ്രസ്സ് തിരിച്ചു കൊണ്ടുവന്നില്ലേ, അത് അടിക്കാൻ കൊടുക്കണം. പിന്നെ ബാങ്കിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഒന്ന് സൂപ്പർ മാർക്കറ്റിലും കയറണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. അതിന് മുന്നേ പോയിട്ട് ഫുഡ് കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല. സമയം 10 മണി ആവാറായി. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഫുഡ് കഴിക്കാം. ഇന്നത്തെ സ്പെഷ്യല് സാമ്പാർ, അച്ചാർ, പിന്നെ പയർ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേനും കറണ്ട് പോയി. വേർത്തൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം ബാങ്കിൽ പോയിട്ട് വരാൻ, ചൂടൊക്കെ ആവുന്നതിന് മുന്നേ. ഇന്നും തയ്ക്കുന്ന കട തുറന്നിട്ടില്ല. നമ്മൾ ശശിയായിട്ട് തിരിച്ചു പോവാം വീട്ടിലേക്കല്ല. ഇനി സൂപ്പർ മാർക്കറ്റിലും പോകണം, ബാങ്കിലും പോകണം. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങ വെള്ളം കുടിക്കണം. നാരങ്ങയ്ക്ക് കലക്കാൻ വേണ്ടി സോഡ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറി സോഡ കലക്കാം. ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ സോഡ ഉണ്ടാക്കാം. ആദ്യം തന്നെ കടയിലൊക്കെ കിട്ടാറുള്ള പോലത്തെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം നാരങ്ങ പിഴിയുന്ന സാധനത്തിൽ വെച്ച് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോഡ ഒഴിക്കാൻ പോകും.
കണ്ടോ പതഞ്ഞ് വരല്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. അതിന് മുന്നേ നമ്മുടെ സോഡ നിറച്ച് വെച്ചേക്കാം. സ്പൂൺ എടുക്കാം. ഞാൻ കുടിച്ചു നോക്കട്ടെ. ഉപ്പ് കുറച്ചുകൂടി വേണം, നാരങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. കുറച്ചുകൂടി ഉപ്പിട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നാരങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. അപ്പം ഞാനിത് കുടിക്കട്ടെ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് രാവിലെ സെയിം ഫുഡ് ആയതുകൊണ്ടാണ് പിന്നെ കാണിക്കാൻ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ച് മാങ്ങ കഴിക്കാൻ. ഈ മാങ്ങ ഇന്നലെ പപ്പയും അമ്മയോടെ കൊടൈക്കനാൽ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന. ഇതിൻ്റെ പേര് ബങ്ങനാപ്പിള്ളിയോ എന്താ മച്ചാ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ചെടി നനയ്ക്കാൻ പോകാം. അതാണ് ഇനി പരിപാടി. ചെടി നനയ്ക്കണം. പിന്നെ മമ്മി ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാം. ചായ ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പോൾ ചെടി നനച്ചിട്ട് വരാം. അതുവരെ ഫോൺ ചാർജ് ചെയ്ത് കുത്തിയിട്ടേക്കാം. അങ്ങനെ 7 മണി ഒക്കെ ആവുന്നേ ഉള്ളൂ. ദേ പാല് വന്നിട്ടുണ്ട്. ഇന്ന് പാല് കൊണ്ടുവരാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് ചായ വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചായ വെക്കാം. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ചായയുടെ കൂടെ സ്പെഷ്യലായിട്ട് എന്താണെന്ന് അറിയാമോ? പഴംപൊരി. അപ്പോൾ ചായ കുടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എ ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ഒരു സാധാരണ ഡേ പോലെ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.